സങ്കീർത്തനം 144. എൻ്റെ ഭാര്യയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പേരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും ഞാൻ പരിചയം ഞാൻ ശരണമാക്കുന്നവനും എൻ്റെ ശരണത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. യഹോവ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മഹത്വപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം മനുഷ്യന് ഒരു ശ്വാസത്തിന് തുല്യമത്രേ. അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്നത് എളുപ്പമല്ലാകുന്നു. യഹോവേ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തുറന്നമേ, മിന്നൽ അയച്ച് അവരെ ചിതറിക്കണമേ. നിന്റെ അസ്ത്രങ്ങൾ എഴുതി അവരെ തോൽപ്പിക്കണമേ. ഉയരത്തു നിന്ന് കൈനീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന് അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ ഭോഷക്ക് സംസാരിക്കുന്നു, അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ഭോഷകമായ വാളിങ്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ ഭോഷക്ക് സംസാരിക്കുന്നു, അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചുവളരുന്ന തൈക്കൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരി പോലെ കൊത്തിയ മുൾത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കലപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും വെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതുമായ ഞങ്ങളുടെ വീതികളിൽ നിലനിൽക്കാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ആമേൻ.